ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നോ? നമ്മളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. നമുക്ക് വീഡിയോ എന്താന്ന് നോക്കാം, ഇട്ട് വരാം. കൂട്ടുകാരെ നോക്കി, നല്ല ഉച്ചയ്ക്ക് നല്ല വെയിൽ കേട്ടോ. ഞാൻ നേരത്തെ വന്നിട്ട് ഞാൻ പോയിട്ടില്ല, സ്റ്റാൻഡിൽ പോയില്ല. അപ്പം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ ചിറ്റാകൊക്കെ ഒന്ന് വൃത്തിയാക്കണമായിരുന്നു. വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇത് അകമൊക്കെ ഒന്ന് കഴുകിയിട്ട് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള കർട്ടനൊക്കെ മാറി കേട്ടോ. സിറ്റൗട്ടിൻ്റെ അവിടുത്തെ കർട്ടനൊക്കെ മാറി. എല്ലാം എന്താ നമ്മുടെ ഈ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഡിസൈനൊക്കെ മാറിയിട്ടുണ്ടേ. ഇപ്പം അത് ഇങ്ങനെയായി ഡിസൈൻ. നമ്മളെല്ലാ വീട്ടിലെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കർട്ടൻ സെറ്റ് ചെയ്യിക്കണം. നമ്മളിവിടെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ആവാച്ചി? തറയൊക്കെ കഴുകി ഇറക്കി. അതെവിടെ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ പിന്നെ നേരെ ഇവിടെ ആ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ നല്ല പാത്രമൊക്കെ കഴുകി വെച്ചേക്കണം, അതൊന്നും ഒതുക്കിയിട്ടില്ല. അതൊക്കെ ഇനി അതൊന്ന് ഒതുക്കണം. നമ്മുടെ ജോലിക്കുട്ടീനെ അത് പിറവൊക്കെ കഴുകിയിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് വിളിക്കാൻ നമ്മൾ വൃത്തിയാക്കി ഇതൊക്കെ കഴുകി വൃത്തിയാക്കി. പിന്നെ നമ്മൾ നോക്കിയത് അമ്മ പുളിഞ്ചിക്ക് കൊണ്ടുവന്ന് തന്നു കേട്ടോ. ഇനി അതിൻ്റെ ഇനി അടുത്ത് നമ്മളൊരു വീഡിയോ ചെയ്തായിരിക്കും പുളിഞ്ചിക്ക. ഓക്കെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതാണ്ട പാവച്ചയാണെന്ന് എല്ലാ പാചകവും. പാവം ഒട്ടും പയ്യെങ്കിലും അവിടെ പറ്റണതെല്ലാം ചെയ്തത്. ഒരു ബീട്രൂട്ട് തോരൻ വെച്ചിട്ടുണ്ട് അല്ലേ? എന്തൊരു ചീരത്തോരൻ ബീട്രൂട്ടല്ല, സോറി. പിന്നെ പുളിഞ്ചിക്ക, ഇത് പുളിഞ്ചിക്ക ഉണ്ടല്ലോ കണ്ടോ, നമ്മുടെ പുളിഞ്ചിക്ക ഒഴിച്ച് കറി വെച്ചു. പിന്നെ ഇത് ചിക്കനാണ് ഇരിക്കുന്നത്. പിന്നെ ഇതാ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് മീനൂട്ടി. ഓക്കെ അല്ലേ മീനൂട്ടി? യെസ്. പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ തുണി കഴുകാൻ വേണ്ടി വച്ചിട്ടുണ്ട്. അതിനിപ്പോൾ വൈകുന്നേരം കഴുകുക. തുണി കഴുകാനും അവിടെ വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ബക്കറ്റിലിട്ട് നിറച്ച് പൊടിയൊക്കെ ഇട്ട് വെച്ചേക്കും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്ന് ഏകദേശമുള്ള കാര്യങ്ങൾ അല്ലേ ആച്ചി? പിന്നെ നമുക്കിതാ റെഡി ആയിരിക്കുന്നത് ചീരത്തോരൻ, ഇന്നലത്തെ ചിക്കൻ കറി, പിന്നെ ഒഴിച്ച് കറി. ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ കഴിക്കാൻ പോവുകയാണ് കേട്ടാ. ഓക്കെ, അപ്പം നമ്മൾ കഴിച്ചിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു കേട്ടോ. ഇന്ന് ഞാൻ പോകുന്ന വീഡിയോസാണ് എടുക്കുന്നത്. ഇന്ന് മൊത്തത്തിൽ ഞാൻ കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് ഇനിയുള്ള എൻ്റെ കുറച്ച് നിമിഷങ്ങളുണ്ട്. ഞാൻ ഇന്ന് സ്കൂൾ വണ്ടിയിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഇന്നത്തെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. ഏകദേശം 1 മണി അടുപ്പിച്ചായി. നമ്മൾ ഇറങ്ങിയാണ്. ഇനിയിപ്പോൾ ഞാൻ പാട്ടോടാനാണ് പോണത്. പാട്ടോടാൻ പോയിട്ട് അവിടെ നിന്ന് നേരെ നമ്മുടെ സ്കൂൾ വാഹനത്തിലേക്ക്. ഇപ്പം 1 മണി, ഇപ്പോൾ 2:50 ആകുമ്പോൾ കയറിയാൽ മതി. ഓക്കെ, അപ്പം കാണാം. വെയിലെന്ന് പറഞ്ഞാൽ അപാര വെയിൽ തന്നെ. എൻ്റെ ആ പൊന്നു നിൽക്കാൻ വയ്യാത്ത വെയിൽ. വണ്ടി ഇടന്ന പഴുക്കാണ്. ഫസ്റ്റ് ഓട്ടം കിട്ടിയത് നമുക്ക് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആനാട് ആണ് കേട്ടോ. ആനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഫസ്റ്റ് ഓട്ടം കിട്ടിയത്. ഓക്കെ. എന്നാ ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. ഇനി ഇതിപ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ മിക്കവാറും അവിടെ എത്തുമ്പോഴത്തേക്ക് സ്കൂൾ എടുക്കാറാവും. ഞാൻ സ്കൂൾ ബസ് എടുക്കാറാവും. അപ്പോൾ പിന്നെ ഞാൻ സ്കൂൾ ബസ്സിൽ കയറണം. പിന്നെ സ്കൂൾ ബസ്സിൽ കയറുന്നതിൻ്റെ വീഡിയോസ് ഏത് സ്കൂൾ ബസ്സാണ് എന്നുള്ളതൊക്കെ ഞാൻ ഇട്ടില്ല. ഞാൻ ഓരോ ദിവസം ഓരോ സ്കൂൾ ബസ്സിലാണ്, സ്പെയറായിട്ടാണ് പോകുന്നത് കേട്ടോ. സ്പെയർ ഡ്രൈവറായിട്ടാണ്. ഇന്നിപ്പോൾ SH നമ്മുടെ എൻ്റെ മോള് പഠിക്കുന്ന സ്കൂളുണ്ടല്ലോ, അപ്പോൾ ആ സ്കൂളിലെ ഡ്രൈവറായിട്ടാണ് ഇന്ന് പോകുന്നത് കേട്ടോ. ആ സ്കൂളിലെ ഡ്രൈവർ ഇന്ന് അത്യാവശ്യമായിട്ട് ഇവിടെ പോകുന്നത്. അപ്പോൾ ഇന്ന് നാളെ ഞാൻ അതിൽ ഡ്രൈവറായിട്ട് പോകും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ എത്തി. അപ്പം നമുക്ക് പോവാം. അങ്ങനെ രാത്രിയായി. ഓരോ ഓട്ടത്തിൻ്റെ ഇടയ്ക്കൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ നേരെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് സ്കൂൾ ഓട്ടോ എല്ലാം കഴിഞ്ഞ് ആട്ടോ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓട്ടോ ഒക്കെ കഴിഞ്ഞതാ ഇവിടെ ഇങ്ങനെ സ്റ്റാൻഡിൽ വന്ന് ഇതൊക്കെയാണ് കേട്ടോ. ഇപ്പോഴേ 7:30. അങ്ങനെ ഞാൻ രാത്രി വീട്ടിൽ വന്ന് കയറി. ഇതെന്തരടേ ഇത്? ഭയങ്കര ഒരുക്കങ്ങളാണല്ലേ. ഓ, എനിക്ക് വയ്യ. എന്തായാലും മീനൂട്ടി ഇതൊക്കെ. എന്നാ മീനൂട്ടി ഇതിനകത്ത് മുട്ടയും കൂടെ ഉണ്ടേ. മുട്ടയുണ്ട്. അത് നിനക്കുള്ളതല്ല.
ഇതാണ് നിനക്കുള്ളതാണ്. അത് ഒന്നേ കിട്ടിയുള്ളൂ, കടയിൽ അത് ഒരെണ്ണേ ഉള്ളുമായിരുന്നു. അതിനകത്ത് പാത്രം കൂടെ എടുക്കണോ? മുട്ട, വെളിച്ചെണ്ണ, പോയി പാത്രം എടുത്തോട്ടോ. കപ്പലണ്ടി. ഇതൊക്കെ എന്തരട്ടെ ഇത്? നിങ്ങള് കാണിയത് ആ കപ്പലണ്ടി, മുട്ട, വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ 110 തവിടെണ്ണ 1 ലിറ്ററിന് 150 രൂപക്കകത്തേ ഉള്ളൂ കടയിൽ. തവിടെണ്ണ മറ്റേ ഞാൻ പറഞ്ഞ പവിഴത്തിന്റെ അത് പറയണേ പറയണേന്നോ. ഞാൻ പൊട്ടിച്ച് തരും അങ്ങോട്ട് കൊടു. അതാണ് കീറണ പാടേണ്ട. ഇതെന്തരി മുടിയൊക്കെ പെരുത്ത് ഇങ്ങനെ. അവിടെ ആക്കല്ലേ അവിടെ. ഓക്കെ, സന്തുഷ്ട നിമിഷം, സുന്ദര നിമിഷം. മീനു എങ്ങനെയുണ്ട്? ഓ ശരി, ഓക്കെ. എന്തൊരു പറയണ്? അങ്ങനെ ഒരു ലോഡ് തുണി ഉണ്ടാകുന്ന എല്ലാം കഴുകി ഇറക്കി. ചോറൊക്കെ തിന്നിട്ട് നമ്മുടെ പാത്രങ്ങളെല്ലാം ഒതുക്കി വെച്ച കേട്ടോ. ഒതുക്കി വെച്ചത് അടുക്കളയുടെ ഇവിടെ എല്ലാം കഴുകി വൃത്തിയാക്കി. അപ്പോൾ ഇവിടെ എല്ലാം നമ്മളിങ്ങനെ ഒതുക്കിയിരിക്കുകയാണ് കേട്ടോ. ആശാത്തികളെല്ലാവരും കിടന്ന് കയറി. ഓക്കെ, അപ്പം ഞാൻ ഇനി പ്രാർത്ഥിക്കാൻ കൂടെ വേണം. പ്രാർത്ഥിച്ചിട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ പുതിയ വീഡിയോ കാണാൻ കഴിയും. ഉറക്കത്തിൽ നിന്ന് അവിടെ ഒരാൾ കണ്ണുറന്ന് സംസാരിച്ചിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.